मेहता का उल्टा चश्मा। എന്റെ തെറ്റാലിയുടെ മാന്ത്രിക വിദ്യ ഇപ്പൊ കണ്ടോളൂ. നിങ്ങൾ പിന്നെയും മാങ്ങ മോട്ടിക്കാൻ വന്നോ? നിക്കവിടെ. ഈ ആപ്പിൾ എങ്ങനെ വീണു? ഗ്രാവിറ്റി. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓം ക്രീം കുട്ടിച്ചത്ത എറിയുന്ന കറക്റ്റ് സ്ഥലത്ത് പോയി കൊള്ളണേ. എന്റെ ചോക്ലേറ്റ്, എന്റെ ഫോണ്. ഏയ് ഗോഗി, ഇങ്ങോട്ട് താത്. ദയടുത്തി കുറച്ചു നേരത്തേക്ക് ഈ കൊടയൊന്ന് പിടിച്ചോണേ. ഞാൻ ദേ ഇപ്പൊ വരാം. ഇനിയാണ് ഈ മഹാബലിയുടെ അത്യുജ്വലമായ പ്രകടനം നിങ്ങൾ കാണാൻ പോകുന്നത്. മഹാബലിയോ? ഇതിലൊരു തീപ്പെട്ടി കത്തിച്ചു വെച്ചാ പോരെ? അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് കത്തിക്കോളും. എന്ത് പറ്റി? ടോയ്ലറ്റ്. എന്റെ ദയ, ടോയ്ലറ്റിൽ ആരാ കേറി നിക്കുക? ഞാനാണെങ്കിൽ എപ്പോഴും ഹോളിലാണ് ഇരിക്കാറ്. എടാ പൊപ്പട്ടെ, ഇത്തരം സമയങ്ങളിൽ ആരും പാനിക് ആവരുത്. ആരടുത്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടോ? സൂചിയും നൂലും. എന്റെ പോപ്പട്ടങ്ങളെ, നമുക്കത് സൂചിയും നൂലും കൊണ്ട് തുന്നാവുന്നതേ ഉള്ളൂ. അതേ ടപ്പു, ഞാൻ നോക്കിട്ട് ഹോളൊന്നും തുള്ളുന്നില്ലല്ലോ. ഓ, അത് തുള്ളുന്നതല്ലടാ, തുന്നുന്നതാണ്. പക്ഷേ 2000 അടി മുകളിലുള്ള നമ്മൾ സൂചിയും നൂലും എവിടുന്ന് കൊണ്ടുവരാനാണ്? ഇത് കൊള്ളാലോ ആന്റി, സൂപ്പർ. പക്ഷെ ആർക്കത്ര മോളിൽ കയറാൻ പറ്റാ? അമ്മേ, ആ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. സൂക്ഷിച്ച്. അമ്മേ, പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യേ. ബലൂൺ ദേ വേഗത്തിൽ താഴോട്ട് പോയിക്കൊണ്ടിരിക്ക. ഞാൻ ബലൂൺ തയ്ച്ചിട്ടാ. അതെ ദയേ, പേടിക്കണ്ട, വന്നോളൂ വന്നോളൂ.
എന്റെ ദയ കൊള്ളാം. എനിക്ക് പറയാൻ ഒന്നുമില്ല. നീ പൊളിച്ചു. ഭഗവാന്റെ ദയ കാരണമാ നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. എടോ പൊപ്പട്ടെ, അല്ല അത് പൊപ്പട്ടിലാലേ, ഭഗവാന്റെ ദയ കൊണ്ടല്ല, എന്റെ ദയയുടെ ദയ കൊണ്ടാ. അമ്മ എന്നാലും അമ്മയുടെ ഇഷ്ടപ്പെട്ട സാരി അല്ലേ ഇത്? എടാ സാരി പോയെങ്കിൽ പോട്ടടാ ടാപ്പുകുട്ടാ. ടാപ്പുന്റെ അച്ഛൻ നാളെ എനിക്ക് 100 എണ്ണം മേടിച്ചോണ്ട് തരൂലേടാ കുട്ടാ. എന്താ? അല്ല 1 2 വാങ്ങിച്ചോണ്ട് തരൂലേന്നാ. ഓ ശരി ശരി. യോ എനിക്ക് തല കറങ്ങിട്ട് വയ്യേ. എന്നെ ആരേലും ഒന്ന് താഴോട്ട് കൊണ്ടുപോ. നിങ്ങൾ ആരുടെയും പക്കൽ വല്ല ഐഡിയ ഉണ്ടോ? ജ്യൂസ് കുടിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കേട്ടിരിക്കുന്നേ. ഞാൻ ഇപ്പൊ തന്നെ ഒരു നല്ല ഐഡിയ പറഞ്ഞു തരാം. ഓ എന്റെ ഗോലി, ഈ ജ്യൂസ് കൂടി ഒന്ന് നിർത്തിയിട്ട് വല്ല ഐഡിയ ഒന്ന് പറഞ്ഞു തരുവോ? കണ്ടില്ല, തീ അണഞ്ഞു പോയി. നീ എന്തുട്ടാണ് ചെയ്തത് ഗോലിക്കുട്ടാ? ശരിയാ ഗോലിക്കുട്ടാ, നീ എന്തായി കാട്ടിക്കൂട്ടിയത്? പക്ഷേ ഗോലി തീ കെടുത്തിയത് കൊണ്ടല്ലേ നമ്മളൊക്കെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നോക്ക്, കാലക്കി മോനെ ഗോലി. എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു ട്ടോ, നമ്മുടെ ഗോലി സീറോ അല്ല, അവൻ സൂപ്പർ ഹീറോ ആണ്. എന്റെ പിള്ളേരെ ഒന്ന് ബഹളം വെക്കാതെ നിക്കടാ. താഴോട്ട് പോകുന്നതൊക്കെ ശരിയാ, പക്ഷെ അത് എങ്ങോട്ടാന്ന് നോക്കിക്കേ. മലയിലേക്കാ പോകുന്നത്. എന്റെ അമ്മേ, കാവിലമ്മേ. ഐഡിയ, നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം. എന്റെ മക്കളെ, നിങ്ങൾ എന്ത് പ്ലാനാ ചെയ്യാൻ പോകുന്നത്? എന്നോടും കൂടി ഒന്ന് പറ. ആന്റി വാ പ്ലാനിങ് ചെയ്യാ. അതെ അതെ അതെ, എന്റെ പൊപ്പട്ടിലാലേ. എടാ, നിങ്ങളുടെ ഈ രഹസ്യ സംഭാഷണം ഒന്ന് നിർത്തുന്നുണ്ടോ? എന്താ നിങ്ങളുടെ പ്ലാൻ എന്നൊന്ന് പറ. അച്ഛാ, ഞങ്ങൾ ഈ കയറ് കൊണ്ട് ആ മരത്തില് കുരുക്കിട്ട് ഈ ബലൂൺ നിർത്താൻ ശ്രമിക്കാൻ പോവാ. എന്ത്? ഇല്ല. എന്നാ പിന്നെ ഈ കയറിങ്ങനെ വലിച്ച് ഞാനും നിങ്ങളെയൊക്കെ ഒന്ന് സഹായിക്കാം. എന്റെ അമ്മ, പാമ്പ്. എങ്ങനെയുണ്ടമ്മേ, നമ്മളത് ചെയ്തു.
എടോ പൊപ്പറ്റിലാലേ ഒന്ന് പിടിച്ചു നിക്കുന്നീ അവിടെ. ഈ ബലൂണ് നന്നാക്കി എടുക്കാനുള്ള ചെലവ് മുഴുവൻ ഇപ്പൊ എന്റെ തലയിലായല്ലോ. എന്റെ കീശ കീറാൻ പോവാ എന്റെ പൊപ്പട്ടെ. പൊപ്പട്ടെ, ആ ബർണറൊക്കെ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നതല്ലേ ബുദ്ധി. ഒരുപക്ഷെ കത്തിയില്ലെങ്കിലേ നമ്മളെ കൊണ്ട് വെള്ളം കുടിപ്പിക്കും. എത്ര കഷ്ടപ്പെട്ട ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോഴും ഇവന്റെ കാശിനോടാണ് കണ്ണ്. ഇപ്പൊ ശരിയാക്കി തരാം. യോ, ദേ കണ്ടില്ലേ, ബർണർ വീണ്ടും കത്തുന്നു. ചേട്ടാലാലേ, ദാണ്ടെ ബലൂണ് വീണ്ടും പറക്കുന്നു.